എവിടെയല്ലേ? നീ എന്താ കാര്യം പറ. സീരിയസാ? ആ ഞാനിത് വരും. എന്താടാ? നീ വണ്ടി സൈഡാക്കിട്ടോ പറയാം. എന്താ പ്രശ്നമുണ്ടല്ലോ? പറയാടാ, മൊത്തത്തിൽ സീനാടാ. ഈ കാര്യം എന്താ? എന്തിപ്പോ പറയാം, ആകെ മൊത്തം പ്രശ്നമാടാ. ഇവിടെ മഴ പെയ്യുന്നടാ, നീയുള്ള കാര്യം പറ. നിനക്കെന്നെ അറിയാലോടാ ആയിഷന്റെ കാര്യം. ഓളിപ്പോ നൈസായിട്ട് എന്നെ അങ്ങ് തേച്ചടാ. എന്താ കാര്യം എന്ന് പറ. ഓക്കിപ്പോ ഉമ്മ വലുത് ഉപ്പ വലുത് ആങ്ങളെ വലുത് ഓളെ കോഴിക്കുഞ്ഞ് വലുതെന്നിട്ട് ഓളങ്ങ് പോയി. ഇനി മാത്രം നിങ്ങൾ തമ്മിൽ ഇപ്പൊ എന്താ ഉണ്ടായേ? അതന്നെയാണ് എനിക്കും മനസ്സിലാവാത്തെ. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും അവളങ്ങ് നൈസായി ഒഴിവാക്കാൻ കളിക്കുവാടാ. പെണ്ണല്ലടാ വർഗം, തേച്ചില്ലെങ്കിലും. ആരാടാ? അത് അമ്മയാടാ. അതിന് നിനക്കെന്താ ഫോൺ എടുത്ത്? അതൊന്നും നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല. ഫോൺ വിളിച്ചാൽ നീ എവിടെയാ, ഫുഡ് കഴിച്ചോ, മഴയത്താണോ നനയുവാണ്, ഇങ്ങനെ ഒരുമാതിരി ചോദ്യം. ഇതെന്താ ഒരുമാതിരി റെക്കോർഡ് ചെയ്ത് വെച്ച പോലെയാ. ആടാ, നീ പറഞ്ഞ ശരിയാ. എനിക്കൊന്നും മനസ്സിലാവില്ല, കാരണം എനിക്ക് അമ്മയില്ലല്ലോ. എടാ പെട്ടെന്നുള്ളിൽ പറഞ്ഞു പോതാടാ. ആരില്ലടാ, കണ്ണില്ലാത്തതല്ലേ കണ്ണിൻ്റെ വരെ മനസ്സിലാവും. അതുപോലെ അമ്മയില്ലാത്തത്. ഈ ലോകത്ത് ഏത് പെണ്ണിട്ടിട്ട് പോയാലും നമ്മളെ ഇട്ടിട്ട് പോകാത്ത ഒരു പെണ്ണേ ഉള്ളൂ, അത് നമ്മുടെ അമ്മയാണ്. ആരെ വെറുത്താലും സ്വന്തം അമ്മേനെ വെറുക്കാൻ പാടില്ലടാ. ഹലോ അമ്മ, ചോറുണ്ടോ? എന്നേതാ ഒരു മിനിറ്റ്. നീ വണ്ടി എടുക്കടാ. എങ്ങോട്ടാടാ? നീ വാ, നമുക്ക് എന്റെ വീട്ടിലോട്ടൊന്ന് വിടാം. വീട്ടിലേക്കോ? ആ, നീ എടുക്ക്. ഇന്ന് വേഗം നീ സ്റ്റാൻഡ് കേട്ടോ. പോട്ടെ. ഇതെന്താ ഇപ്പൊ? അമ്മ ഡയലോഗ് പിടുത്തം പിടിക്കാണോ? വിളിച്ചാൽ വിളി കേൾക്കുന്ന, കരഞ്ഞാൽ കണ്ണീര് ഉറയ്ക്കുന്ന ഒരേ ഒരു ദൈവമേ, അത് നമ്മുടെ അമ്മ. ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചാൽ കിട്ടുന്നതിനെക്കാട്ട് സുഖം അമ്മയെ കെട്ടിപ്പിടിച്ചാൽ കിട്ടും.